നമസ്കാരം. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തൃപ്പൂണിത്തുറ MLA ആയിരുന്ന ശ്രീ കെ ബാബു അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു പ്രഖ്യാപനം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സേവനത്തെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ആ പോസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആ പോസ്റ്റ് വായിച്ചു കേൾപ്പിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായി സന്തോഷം നൽകിയ വിഷയങ്ങളിൽ ഒന്നായിരുന്നു തൃപ്പൂണിത്തുറയിൽ ബാബു ചേട്ടന്റെ വിജയം. സംസ്ഥാനത്ത് ആകെ LDF ജയിച്ച തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും ആഘോഷിക്കുന്ന അവർ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് കരുതുന്ന സിറ്റിംഗ് MLA കൂടിയായ ശ്രീ M സ്വരാജിനെ ബാബു ചേട്ടൻ തോൽപ്പിച്ചു എന്നുള്ളത് ആയിരുന്നില്ല എന്റെ സന്തോഷത്തിന്റെ കാരണം. 2016 പരാജയപ്പെട്ട ദിവസം തൊട്ട് 2021 വരെയുള്ള ആ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി നല്ല ബോധ്യം എനിക്കുണ്ട്. അത് MLA അല്ലാത്തതിന്റെ അധികാര നഷ്ടബോധമല്ല, മറിച്ച് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ആ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ആ മനുഷ്യനെ ബാധിച്ചത്. ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആ ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറി. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് താൻ ചെയ്യാത്ത തെറ്റിൽ തന്നെ ക്രൂശിക്കുകയാണോ എന്ന് വരെ ആ മനുഷ്യന് തോന്നിയ കാലം. വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യനെ സജീവമാക്കാൻ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് പരിശ്രമിച്ചു. ഒടുവിൽ 2021 ബാബു ചേട്ടൻ വീണ്ടും മത്സരത്തിന് ഇറങ്ങിയപ്പോൾ ക്രൂരമായി അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടിയിട്ടും തൃപ്പൂണിത്തുറ പോലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ, ഒരു ഇടതു തരംഗത്തിൽ അവരന്ന് പ്രസംഗിച്ചതുപോലെ അവരുടെ മെസ്സിയെ തന്നെ തോൽപ്പിച്ച് ബാബു ചേട്ടൻ വീണ്ടും നിയമസഭയിലെത്തി. കള്ളൻ ബാബു എന്നും കോഴ ബാബു എന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചും കുടുംബത്തെയും കൂട്ടുകാരെയും വരെ പൊതുവിചാരണ നടത്തിയും മാധ്യമങ്ങളിലൂടെ താറടിച്ച് നടന്ന CPM അതിനുശേഷം 10 വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും അവർ ഉന്നയിച്ച ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ ആത്യന്തികമായി ജയിക്കൂ. ഇന്ന് ബാബുചേട്ടൻ വീണ്ടും അത്ഭുതമാവുകയാണ്. തനിക്ക് വീണ്ടും മത്സരിക്കാനും ജയിക്കാനും ഉറപ്പായും കഴിയുമെന്നിരിക്കെ ഞാൻ ഇനി പാർലമെന്ററി രംഗത്തേക്ക് ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങേയറ്റം മാതൃകാപരമാണ്. ജനം പലകുറി തോൽപ്പിച്ചാൽ പോലും ഞാൻ കൂടി മത്സരിച്ചെങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബു ചേട്ടൻ മാതൃകയാണ്. മരിക്കുന്നത് ബോർഡ് വെച്ച കാറിൽ ആകണം എന്ന് കരുതുന്നവരും ഇത് മാതൃകയാക്കണം. ചെറുപ്പക്കാരും മധ്യവയസ്കരും അവസരം കിട്ടാത്ത ജനകീയരായ മുതിർന്ന ആളുകളും അടക്കം പുതിയ ആളുകൾ വരട്ടെ എന്നത് ഒരു നല്ല ചിന്തയാണ്. ഏറ്റവും അനിവാര്യമായ പാർട്ടി ഫേസായ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റു പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്തുറയിൽ ഏറ്റവും വിജയസാധ്യതയുള്ള ബാബു ചേട്ടന്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ. ബാബു ചേട്ടാ, നിങ്ങൾ അഴിമതിക്കാരനല്ല, തോറ്റുപോയവനുമല്ല എന്ന് കുറ്റബോധത്തോടെ ഈ നാട് പറയുന്നുണ്ട്. നിറയെ സ്നേഹം, അഭിമാനം. രാഹുൽ മാക്കൂട്ടം. നമ്മൾ അതിനു മുമ്പൊന്ന് ഓർക്കണം, കെ ബാബു ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതും. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും അതോടൊപ്പം തന്നെ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ കെ ബാബുവിനെയും ഇവിടുത്തെ CPM LDF വിഭാഗം അതിനിശീതമായി വിമർശിക്കുകയും 6000 കോടിയുടെ കോഴ, 6000 കോടിയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പദ്ധതി ഇവിടെ നടത്തിക്കില്ല, അല്ലെങ്കിൽ ആ പദ്ധതി കേരളത്തിന് ഭയങ്കര അപകടമാണ്, മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹോരാത്രം കടന്ന് വിളിച്ചു കൂവി അതിനകത്ത് പരമാവധി മുതലെടുക്കാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ടെന്നോണം ഏതായാലും ശരി ഉമ്മൻചാണ്ടി സാറ് എല്ലാ പ്രതിസന്ധികളെയും കടത്തിവെട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടി സാറും ശ്രീ കെ ബാബുവും അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ ചുമതല. കാര്യമായിട്ട് ആ കാര്യത്തിനകത്ത് ഇടപെടുകയും വിഴിഞ്ഞം തുറമുഖ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന
നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ അഭിമാന പുളകിതനാകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു സത്യം മനസ്സിലാക്കണം. അന്ന് നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, അന്നത്തെ UDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം പദ്ധതി ഇവിടെ കടന്നു വന്നതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ. നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതി ഈ ഉദ്ഘാടനം 1ാം ഘട്ടം 2ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനം മാമാങ്കം നടത്തുമ്പോൾ ഒരു വാക്ക് അദ്ദേഹത്തെ പറ്റി പറയാനായിട്ട് നിങ്ങളുടെ മനസാക്ഷി അനുവദിച്ചോ? കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എല്ലാം വലിയ തോതിൽ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു. പക്ഷേ നമുക്ക് അത്തരം തടസ്സങ്ങൾ കൊണ്ട് സ്തംഭിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നു. വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വീകരിച്ച നിലപാടാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള 2016 മുൻപുള്ള UDF ഗവൺമെൻറ് കാലത്താണ് തുടക്കം കുറിച്ചതെങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം 2016 ശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരിനാണ് വന്നത്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ്. ഒറ്റ കാര്യം മാത്രമേ നാം നോക്കിയിരുന്നുള്ളൂ. അത് വികസനത്തിന് ഉതകുന്നതാണോ, നാടിന് ഗുണകരമാവുന്നതാണോ. തടസ്സങ്ങൾ ഏത് തരത്തിലുണ്ടായാലും ആ തടസ്സങ്ങൾ നാടിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിജീവിക്കാനാണ് നാം ശ്രമിച്ചത്. അതിന് അതിൻ്റേതായ ഫലമുണ്ടായി. ഇതുമാത്രമല്ല, ഒട്ടേറെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായി ഇപ്പോൾ കേരളം കാണുന്ന, കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന പദ്ധതികൾ ഈ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഏതായാലും 2024 ജൂലൈയിൽ ഇവിടെ ആദ്യ മദർഷിപ്പ് വന്നു. 2025 മെയ് 2 ഈ തുറമുഖം നാടിന് സമർപ്പിക്കുകയും ചെയ്യും. ഇത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. എങ്കിൽ ആരാണ് ബിജു മേനോൻ്റെ ഹീറോ? 3 ഹീറോസ്. ഓക്കെ, ഞാൻ ഇയാളെ നസറുദ്ദീൻ ഷാ. ഓക്കെ, എന്തുകൊണ്ട് അനുവദിച്ചില്ല? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്നു ശ്രീ K. ബാബു, അവരുടെയൊക്കെ അതിശക്തമായ ഇടപെടലിലൂടെ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വന്നത്. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അന്ന് പൊളച്ചിൽ പദ്ധതിയായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. പൊളച്ചിൽ പോർട്ട് കൊണ്ടുവരാനായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം. പക്ഷേ ആ താല്പര്യത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ശക്തിയുക്തം എതിർക്കുകയും അത് കേരളത്തിന് വേണം, വിഴിഞ്ഞത്ത് തന്നെ ആ പദ്ധതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുമ്പിലുണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ പദ്ധതി കരാർ ഒപ്പിടുകയും ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഏകദേശം 25% പണി പൂർത്തീകരിക്കുകയും ചെയ്തതിന് ശേഷമല്ലേ സർക്കാർ മാറി വന്നത്. അതല്ല അതിൻ്റെ സത്യം. ആ കാലഘട്ടത്തിൽ നിങ്ങൾ 6000 കോടി രൂപയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ കിടന്ന് ഒഴുകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയുടെ ഇപ്പോൾ പിതൃസ്ഥാനം നിങ്ങൾക്ക് ഏറ്റെടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രം കാട്ടിക്കൂട്ടുന്ന ഈ ആഭാസങ്ങൾ, അതായത് ഈ റോഡ് നീളെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ, മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആ തിരുമോന്ത കാണിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് റോഡ് നീളെ അല്ലെങ്കിൽ നാട് നീളം പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമാണ് നിങ്ങൾ ഈ പദ്ധതിയുടെ പിതൃസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ മുഖ്യ കാരണം. സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ പിതൃസ്ഥാനി എന്ന് പറയുന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടി തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലാമർ നിലനിർത്താനായിട്ട് സാധിക്കാത്തത് കൊണ്ടും അതിനേക്കാൾ ഉപരി ആ മനുഷ്യനെ ഇല്ലാതാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കറുത്ത കരങ്ങൾ നിങ്ങളാണ് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ നാമം പോലും ഉച്ചരിക്കാൻ തയ്യാറാവാത്തത്. എന്താണെങ്കിലും ശരി, ഇതെല്ലാം പൊതുസമൂഹം നോക്കിക്കാണുന്നു. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.
നന്ദി.